വെരി ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? അപ്പോ എന്താ ഇന്നിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ വരാനുണ്ട് അല്ലേ? 10% ടാക്സ് അടിച്ചു തരട്ടെ. അവിടെ ട്രംപ് കാണുന്ന മനുഷ്യർക്കെല്ലാം നികുതി അടിച്ചു കൊടുക്കുക. ഇന്ത്യക്ക് എന്തായിരിക്കും എന്നുള്ള പൊറ്റു നോക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയാണ് പുള്ളിയെ പ്രകോപിപ്പിച്ചത്. ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന സമയത്ത് അമേരിക്കൻ നയവിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ടാക്സ് അടിച്ച് നിങ്ങളെ പേടിപ്പിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപ് എപ്പോഴും ഭീഷണിയിൽ ഇങ്ങനെ രാജ്യങ്ങളെയൊക്കെ നിർത്തുന്ന ഒരാളാണ്. ട്രംപിന്റെയൊക്കെ കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു ആലോചിക്കും. ഇതായിരിക്കും പുള്ളിയുടെ അന്തർദേശീയ തലത്തിലും ട്രംപിന്റെ ഒരു നിലപാട് അങ്ങനെയാണ്. ഞങ്ങൾക്കെതിരെ നീങ്ങിയാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ നികുതി ചുമത്തി പേടിപ്പിച്ചോളി എന്നാണ് പറയുന്നത്. ഡ്രാമയാണ് പുള്ളിയുടെ ഒരു മെയിൻ. അതെ, പക്ഷെ അത് കുറെ കേൾക്കുന്നുണ്ട്. അവിടുത്തെ ആളുകൾക്കൊക്കെ അതൊക്കെ ഒരു സ്റ്റേറ്റ് ലീഡറൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നടന്ന സീസ് ഫയറുമായി ബന്ധപ്പെട്ടേ അതിൽ ട്രംപിന് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് വലിയ ചർച്ചയാണ്. പക്ഷെ പുള്ളി പറയുന്നു അതല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും, ഇറാനിൽ കൊണ്ടുപോയി ബോംബിടാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഈ കാലത്ത് ധൈര്യപ്പെടുമോ എന്നുള്ളതാണ്. പക്ഷേ അത് അമേരിക്ക ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തലതിരിഞ്ഞതാണെങ്കിലും ചില നയങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതാണ് അന്തർദേശീയ തലത്തിൽ നിന്ന് വരുന്ന നിലപാട്. ജോ ബൈഡനെ അപേക്ഷിച്ചിടത്തോളം കാലം ഒരു ചലിക്കുന്ന പ്രസിഡന്റ് അവിടെ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാവുന്നു. അത് എങ്ങനെ ഗുണപരമാണോ ദോഷമാണോ എന്നുള്ളത് വരും കാലത്ത് ചർച്ചയാണ്.